ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു സൈഡ് വേയുള്ള ഒരു സെഷനായിരുന്നു നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നത്. 10,334.8 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 10,359 വരെ ഹൈ പോയി, തുടർന്ന് 10,300.4 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ടാറ്റ മോട്ടോഴ്സ്, L&T, ഹിൻഡാൽകോ, ടൈറ്റാൻ, ഭാരതി ഇൻഫ്രാടെൽ ഇവരായിരുന്നു നിഫ്റ്റിയിൽ ടോപ്പ് ഗെയിനറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ ഒരു ചാർട്ടിലേക്ക് വരുവാണെങ്കിൽ ഒരു ഗ്യാപ്പ് ബോർഡുകൾ ഒരു ഓപ്പണിംഗ് ആയിരുന്നു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡിനെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ട്. എന്നിരുന്നാലും വീണ്ടും ഒരു സൈഡ് വേയിലായിരുന്നു മാർക്കറ്റ് പോയത്. പിന്നീട് ഒരു നെഗറ്റീവ് എൻഡിങ്ങോട് കൂടിയാണ് നെഗറ്റീവിലാണ് മാർക്കറ്റ് എൻഡ് ആയത്. നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബീറിഷ് ക്യാൻഡിലാണ് ഇപ്പോൾ പ്ലോട്ട് ആയിരിക്കുന്നത്. സ്പിന്നിങ് ടോപ്പ് പോലത്തെ ഒരു പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു കഴിഞ്ഞ 4-5 ദിവസത്തെ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ, സെഷൻസ് നോക്കുകയാണെങ്കിൽ വളരെ നാരോ ആയിട്ടുള്ള ഒരു റേഞ്ചിലുള്ള ട്രേഡിംഗ് ആണ് നടക്കുന്നത്. 17,240, അതുപോലെ തന്നെ 17,375 ആ ഒരു റേഞ്ചിനുള്ളിലൊരു മാർക്കറ്റാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തൊരു മാർക്കറ്റ് ഡയറക്ഷൻ നമുക്ക് കിട്ടുന്നില്ല. വളരെ നാരോ ആയിട്ടുള്ളൊരു റേഞ്ചിലുള്ള ട്രേഡിങ്ങുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ട്രേഡിംഗ് ഒക്കെ നടത്തുമ്പോൾ നമ്മുടെ പൊസിഷൻ, നമ്മുടെ ട്രേഡിംഗ് ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും ഈ സമയത്ത് സേഫ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. കാരണം നമുക്ക് ഒരു ഡയറക്ഷനൊന്നും അറിയാത്തത് കൊണ്ട് നമുക്ക് അന്നേരം ഒരു സേഫ്റ്റി എന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു ക്ലൂ ഇല്ല എന്നുള്ള സാഹചര്യത്തിലാണെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കൊരു അടുത്തൊരു ഡയറക്ഷൻ കിട്ടുന്നത് വരെ ട്രേഡിംഗ് ക്വാണ്ടിറ്റി ഒന്ന് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ട്രേഡ് അവോയ്ഡ് ചെയ്യുകയോ ആയിരിക്കും ഈ ഒരു സമയത്ത് സേഫ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ടൊരു കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ അടുത്ത ഒരു റെസിസ്റ്റൻസ് ആയിട്ട് 17,370 ആ റേഞ്ചിലാണ് നമുക്ക് റെസിസ്റ്റൻസ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് 17,900 ആ റേഞ്ചിൽ നല്ലൊരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ നാസ്ഡാക്ക് ഇന്നലെ ഒരു പോസിറ്റീവ് എൻഡിങ് ആയിരുന്നു. 229 പോയിൻറ്റ്സ് ഗെയിനോട് കൂടിയാണ് ഉണ്ടായത്. ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് US ഈ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ ജോബ്ലെസ് ക്ലെയിം ഡാറ്റ, ഈ ഒരു കഴിഞ്ഞ വീക്കിൻ്റെ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ റിപ്പോർട്ട് ആവുകയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഫെഡറൽ റിസർവ് പ്രസിഡന്റ് അദ്ദേഹം കൊടുത്ത അനൗൺസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ മാർച്ചിന് ശേഷം വന്ന ഒരു ജോബ് ലോസ് ഒക്കെ അതിൽ ചിലതൊക്കെ തിരിച്ചു വരാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഇപ്പോൾ അടുത്തൊരു സ്റ്റിമുലസ് പാക്കേജിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും നെഗോഷിയേഷൻസ് എങ്ങും എത്താത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇനിയൊരു ഇന്ന് ഒരു ഡൗൺ ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ് അനലിസ്റ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നതും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ US മാർക്കറ്റും ഒരു ഡൗണിലേക്ക് പോകുന്നു. ഇനി അടുത്തതായിട്ട് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിലും ഇന്നും യൂറോപ്യൻ മാർക്കറ്റിൽ ഒരു ഡൗൺ ട്രെൻഡാണ് കാണാനുള്ളത്. അടുത്തതായിട്ട് ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റിൽ ഒരു മിക്സഡ് ട്രെൻഡ് കാണുന്നു. SGX നിഫ്റ്റി ഇപ്പം 16 പോയിൻറ്റ്സ് ഡൗണിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിൻ്റെ പ്രൈസിലൊരു സ്വിംഗ് ആണ്, ഒരു അപ്പ് ഡൗൺ അങ്ങനത്തെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഗെയിൻ വന്നതിന് ശേഷം വീണ്ടും ഒരു ഡൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ ചെറിയൊരു നേട്ടം കാണാനുണ്ട്. എന്നിരുന്നാലും ഇൻ്റർനാഷണൽ എനർജി ഏജൻസി അവരുടെ ഭാഗത്തു നിന്ന് വന്ന അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ ഈ ക്രൂഡ് ഓയിലിൻ്റെയൊക്കെ ഡിമാൻഡ് ഈ ഒരു വർഷം അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് ഇനി ഡൗൺ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരതിൻ്റെ ഫോർകാസ്റ്റിംഗ് ഒക്കെ ഓയിൽ ഡിമാൻഡിൻ്റെ ഫോർകാസ്റ്റ് ഒക്കെ കട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. കാരണം എയർ ട്രാവൽ, അതായത് പ്രത്യേകിച്ച് വിമാനയാത്രയൊക്കെ ഇനി ഈ സമയത്ത് റീഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ചുള്ള അനിശ്ചിതത്വമൊക്കെ നിലനിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുന്നത് തന്നെ ഡിമാൻഡൊക്കെ കുറവായിരിക്കും എന്ന രീതിയിൽ അവർ ഓയിൽ ഡിമാൻഡിൻ്റെ ഫോർകാസ്റ്റ് വീണ്ടും കട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഇനി അടുത്തതായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ FIIൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ 351 കോടിയുടെ നെറ്റ് പർച്ചേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഒരു നെറ്റ് സെയിലായിരുന്നു ഉണ്ടായിരുന്നത്. 939 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലാണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. രൂപയുടെ മൂല്യം നോക്കുകയാണെങ്കിൽ ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു ഫ്ലാറ്റ് എൻഡിങ് ആയിരുന്നു. 74.84 ഇന്ന് രൂപയുടെ മൂല്യം ട്രേഡ് എൻഡ് ആയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഹൈ വോളിയത്തിലുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഭാരത് ഫോർജ്, ഇൻഡിഗോ, GSK ഫാർമ, ടാറ്റ മോട്ടോഴ്സ്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ഇങ്ങനെ കുറേ സ്റ്റോക്കുകൾ കാണിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് സ്റ്റോക്കുകൾ ബ്രേക്കൗട്ടുകൾ നടന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പവർ ഫിനാൻസ് കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രേക്കൗട്ട് നടന്ന് ഇന്ന് നല്ലൊരു ബുള്ളിഷ് ട്രെൻഡിലാണ് ഇന്ന് സ്റ്റോക്ക് പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വോളിയത്തിലും ഇന്ന് ട്രേഡ് ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്ക്. അങ്ങനെ അതുകൊണ്ട് അതുമാത്രമല്ല കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്രേക്കൗട്ട് നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിന് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ എൻഡിങ് പ്രൈസ്, അതായത് 95.36 അതിന് മുകളിൽ നാളത്തെ മാർക്കറ്റ് ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ ഒരു ട്രേഡിങ്ങിനുള്ള പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കിൽ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു അപ് ട്രെൻഡിനുള്ള ചാൻസസ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ അടുത്തായിട്ട് കാണാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഗോദ്രേജ് കൺസ്യൂമേഴ്സ്, ഈ ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിലും ഇതിൻ്റെ പ്രീവിയസ് ഹൈയിൽ നിന്ന് ഒരു ബ്രേക്കൗട്ടിൽ നിന്ന് നടന്നിട്ടുണ്ട്. അതുമാത്രമല്ല കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള സിഗ്നൽസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും നല്ലൊരു ബുള്ളിഷ് റിവേഴ്സലിൻ്റെ ചാൻസസ് ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. അടുത്തൊരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു സ്റ്റോക്കിൽ കാണാനുള്ളത് 719, 721 ആ റേഞ്ചിലാണ് അടുത്തൊരു റെസിസ്റ്റൻസ് നിലനിൽക്കുന്നുണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ ഒരു ബുള്ളിഷ് ആകുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് വരെയുള്ള ഒരു റാലിക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു ഈ ഒരു സ്റ്റോക്കിലും. ഇനി അടുത്തായിട്ട് വോൾട്ടാസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രീവിയസ് ഹൈയുടെ അടുത്താണ് ഇപ്പോൾ ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു ബ്രേക്കൗട്ട് നടന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു അപ് ട്രെൻഡിനുള്ള ചാൻസസ് വോൾട്ടാസിലും നിലനിൽക്കുന്നുണ്ട്.
ഇനി അടുത്തതായിട്ട് അശോക് ലേലാൻഡിൽ ഇന്ന് നല്ലൊരു ബുള്ളിഷ് സിഗ്നലായിരുന്നു ഈ ഒരു സ്റ്റോക്കിലുണ്ടായിരുന്നത്. നല്ലൊരു റാലി, ഏകദേശം 10 പോയിൻറ്റ്സിനടുത്തുള്ളൊരു റാലി ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ ഇന്ന് കാണാനുണ്ടായിരുന്നത്. അതുമാത്രമല്ല പ്രീവിയസ് ഹൈയിൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും ഒന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ അവന്തി ഫീഡ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഹൈയിൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. ബുള്ളിഷായിട്ടുള്ള റിവേഴ്സലാണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാനുള്ളത്. അപ്പോൾ അടുത്തൊരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് 545, 544 ആ റേഞ്ചിലാണ് ഒരു റെസിസ്റ്റൻസ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുമാത്രമല്ല ഈ ഒരു ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലുള്ള സ്റ്റോക്കുകൾ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് ഒന്ന് ഈ ഒരു സമയത്ത് നിങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം എൻട്രി കൊടുക്കുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത്. ഇനിയിപ്പോൾ അടുത്തായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൂവ്, ഒരു ബുള്ളിഷ് ഇമ്പൾസ് വന്നതിന് ശേഷം ഒരു കറക്റ്റീവ് ഇമ്പൾസ് വന്നു, പിന്നീട് ഒരു ബുള്ളിഷ് റാലി, അതിനുശേഷം ഒരു കറക്ഷൻ, പിന്നീട് ഒരു ബുള്ളിഷ് റാലി, കറക്ഷൻ, അങ്ങനെ രീതിയിലാണ് ഈ ഒരു റിലയൻസിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായിട്ട് ഒരു മെയ് മാസം തൊട്ട് ട്രേഡ് ആയിക്കൊണ്ടിരുന്നത്. ഒരു ബുള്ളിഷ്, അതുപോലെ തന്നെ ബുള്ളിഷ് മൂവ്, കറക്ഷൻ മൂവ്, അങ്ങനെ വന്നതിന് ശേഷം ഈ ഒരു സമയം ഈ ഒരു ഏകദേശം ഒരു 2200 ആ റേഞ്ച് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും മാർക്കറ്റിൽ ഇപ്പോൾ അതൊരു ഈ ഒരു കറക്ഷൻ മൂവ് നടന്നതിന് ശേഷം ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ മൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രേഡർ വോളിയം ഒരു സ്റ്റോക്കിൽ കുറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു 2200 ആ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു റെസിസ്റ്റൻസിന് കാണാനുള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരു സ്റ്റോക്കിൽ അപ് ട്രെൻഡുകളുടെ ചാൻസസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഇത് ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാം തന്നെ ഒരു കറക്ഷൻ മൂവ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാനുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 2200 മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ റിലയൻസിലും ഒരു അപ് ട്രെൻഡിനുള്ള ചാൻസസ് നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഐഷർ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവർ വോൾവോ ആയിട്ടൊരു പുതിയൊരു പാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കുമ്പോൾ വോൾവോ ബസസിൻ്റെ ഇന്ത്യ ബിസിനസ് അത് ഐഷർ മോട്ടോഴ്സ് വാങ്ങി എന്ന രീതിയിൽ അവിടെ അപ്ഡേറ്റുകൾ കാണാനുള്ളത്, ഏകദേശം 100 കോടിയുടെ ഒരു ട്രാൻസാക്ഷൻ വഴിയായിട്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ വോൾവോ ബിസിനസ്സിൻ്റെ മാനുഫാക്ചറിങ് അതുപോലെ തന്നെ സെയിൽസ്, ഇന്ത്യയിലുള്ള സെയിൽസ് എല്ലാം തന്നെ ഇവരായിരിക്കും ഇനി മുതൽ ഹാൻഡിൽ ചെയ്യുക എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് സ്റ്റീൽ സ്ട്രിപ്സ് വീൽസിലേക്ക് വരുമ്പോൾ അവർക്ക് ഏകദേശം 8800 വീൽസിൻ്റെ ഒരു ഓർഡേഴ്സ് യൂറോപ്യൻ കാരവാൻ ആൻഡ് ട്രക്ക് ട്രെയിലർ മാർക്കറ്റ് അവിടെ നിന്ന് കിട്ടിയെന്ന രീതിയിലാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. 1,143 lakh euros അത്രയും വർത്ത് ചെയ്യുന്ന പ്രോജക്റ്റ് ഓർഡറാണ് എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് കാഡിലയെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇന്ത്യയിൽ കൊറോണയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ റെംഡെസിവിറിൻ്റെ റെംഡാക് എന്ന ബ്രാൻഡ് നെയിമിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു റെംഡെസിവിറിൻ്റെ ഏറ്റവും ഇക്കോണമിക്കലായിട്ടുള്ള വെർഷനാണ് എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. 2800 രൂപയാണ് ഒരു 100 മില്ലിഗ്രാമിൻ്റെ ഇത് പ്രൈസായിട്ട് അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം സിവിയർ ആയിട്ടുള്ള കൊറോണ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനാണ് ഈ ഒരു മെഡിസിൻ ഉപയോഗിക്കുന്നതെന്നാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് ഏഷ്യർ മോട്ടോഴ്സിൻ്റെ ഏണിങ്സ് റിലീസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു Q1 അവർ 55 കോടിയുടെ ഒരു നെറ്റ് ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അവർക്ക് ഇതേ കാലയളവിൽ 451 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ റവന്യൂ നോക്കുകയാണെങ്കിൽ 65.65% ഡിക്ലൈനും ഈ ഒരു ക്വാർട്ടറിൽ ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കൊറോണയുടെ ഇമ്പാക്റ്റുകളാണ് ഇവർ എടുത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ബിസിനസ് ഓപ്പറേഷൻസ് എല്ലാം നല്ല രീതിയിൽ ലോക്ക്ഡൗണും കൊറോണയും ഇമ്പാക്റ്റുകൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവരുടെ റോയൽ എൻഫീൽഡിൻ്റെ സെയിൽസ് നോക്കുകയാണെങ്കിൽ 58,383 വെഹിക്കിൾസാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾസാണ് ഈ ഒരു ക്വാർട്ടറിൽ സെയിൽ നടന്നത്. അതായത് 68% ഡിക്ലൈനാണ് ഈ ഒരു സെഗ്മെൻറ്റിലെ സെയിൽസിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് അശോക് ലേലാൻഡ് Q1 റിസൾട്ട് നോക്കുകയാണെങ്കിൽ റവന്യൂവിൽ 88.5% ഡിക്ലൈനും അതുപോലെ തന്നെ 388 കോടിയുടെ നെറ്റ് ലോസുമാണ് ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല ഈ ഒരു ക്വാർട്ടറിലെ ആദ്യ ഭാഗങ്ങളിൽ അതായത് ഏപ്രിൽ മാസങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ വാഷ്ഡ് ഔട്ടാണ്, റവന്യൂ എല്ലാം 0 ആണെന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല ഇവരെ സംബന്ധിച്ചുള്ള ഒരു ഗുഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റ് ആ ഒരു റേഞ്ചിൽ കസ്റ്റമേഴ്സിന് തന്നെ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ള വെഹിക്കിൾ നിർമ്മിക്കുക, അതായത് AVTR എന്ന റേഞ്ചിലെ വെഹിക്കിൾസ് അവർ ലോഞ്ച് ചെയ്തു. പിന്നെ അതുമാത്രമല്ല ലൈറ്റ് വെയ്റ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ ഏകദേശം BSV6 10,000 വെഹിക്കിൾസ് അവർ റോൾ ഔട്ട് ചെയ്യാൻ സാധിച്ചു എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ടാറ്റ പവറിൻ്റെ Q1 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 16.9% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 26.3% വർധനവും അവർക്കുണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല ഇവരുടെ സബ്സിഡറികളായ കോസ്റ്റൽ ഗുജറാത്ത് പവർ അതുപോലെ തന്നെ ടാറ്റ പവർ സോളാർ സിസ്റ്റം, അഫ്ടാബ് ഇൻവെസ്റ്റ്മെൻറ്റ് അതിനെല്ലാം ഈ ഒരു ടാറ്റ പവറുമായിട്ട് മെർജ് ചെയ്യുന്നതിനുള്ള അപ്രൂവൽ കിട്ടി ബോർഡിൻ്റെ ഭാഗത്തു നിന്നാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല ഈ ഒരു ബ്രോക്കറേജ് ഫേംസ് നോക്കുകയാണെങ്കിൽ മോർഗൻ സ്റ്റാൻലിയും അതുപോലെ തന്നെ CLSA ഇവർക്കൊരു ബൈ ടാർഗറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടാർഗറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 62 രൂപ 72 രൂപ വീതമാണ് ഇവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്.
ഇനി അടുത്തതായിട്ട് ഗെയിൽ ഇന്ത്യയുടെ ഏർണിംഗ്സ് റിലീസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 32% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 92% ഡിക്ലൈനുമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. അവരുടെ ഒരു സെഗ്മെൻറ്റ് വൈസ് എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഡൗൺ ആണ് അവർക്കുണ്ടായിരിക്കുന്നത് എല്ലാ സെഗ്മെൻറ്റിലും. ഇനി അടുത്തായിട്ട് അരബിന്ദോ ഫാർമയിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 8.8% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 22.8% വർധനവും അവർക്കുണ്ടായിട്ടുണ്ട്. US ബിസിനസ്സിലെ റവന്യൂവിൽ 15.6% വർധനവും ഉണ്ടായിരിക്കുന്നു. യൂറോപ്യൻ ബിസിനസ്സിലേക്ക് വരുമ്പോൾ 5% ഡിക്ലൈനാണ് റവന്യൂവിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു ഗുഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ഡെപ്റ്റ് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് മാർച്ച് വരെയുള്ള ഡാറ്റ പ്രകാരം. 2718 കോടിയിൽ നിന്നും 1444 കോടിയായിട്ട് അവർക്ക് അവരുടെ നെറ്റ് ഡെപ്റ്റ് കുറയ്ക്കാൻ സാധിച്ചു എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഗ്രാസിമിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 61.1% ഡിക്ലൈനും 269 കോടിയുടെ നെറ്റ് ലോസുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ സെഗ്മെൻറ്റിലും തന്നെ ഒരു റവന്യൂവിൽ ഡിക്ലൈനാണ് ഇവർക്കുണ്ടായതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഗോദ്രേജ് ഇൻഡസ്ട്രീസിലേക്ക് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 40% ഡിക്ലൈനും റവന്യൂവിൽ 30% ഡിക്ലൈനും ഇവർക്കുണ്ടായിരിക്കുന്നു. ഇനി അടുത്തായിട്ട് ആദിത്യ ബിർള ഫാഷൻസ് അവരുടെ നോക്കുകയാണെങ്കിൽ റവന്യൂവിൽ 84.5% ഡിക്ലൈനും 399 കോടിയുടെ ഒരു നെറ്റ് ലോസുമാണ് ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാനേജ്മെൻറ്റ് കമൻട്രിയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ലോക്ക്ഡൗണിൽ നിന്നൊക്കെ റിലാക്സേഷൻ വന്നതിന് ശേഷം 90% സ്റ്റോഴ്സും അവർ റീഓപ്പൺ ചെയ്തു. അതുമാത്രമല്ല ഈ ഒരു വർഷത്തിൻ്റെ 2021 Q4 ഒക്കെ ആകുമ്പോഴത്തേക്കും ബിസിനസ് എല്ലാം നോർമലൈസ് ആകും എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ സെയിൽസിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ തേർഡ് പാർട്ടി ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം അത് ഓൺലൈൻ സെയിൽസിലൊക്കെ അവരുടെ സെയിൽസ് ഇമ്പ്രൂവ് ആയി 2 മടങ്ങിലധികം വർധനവ് കാണുന്നു എന്ന രീതിയിലും പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല റൈറ്റ് ഇഷ്യൂവിൽ വഴിയായിട്ട് കിട്ടിയ ഫസ്റ്റ് ആദ്യ പാർട്ടിലെ എമൗണ്ട് അത് അവർ ഡെപ്റ്റ് പേ ചെയ്യാനായിട്ടും ഉപയോഗിച്ചു എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി കാവേരി സീഡ്സിൻ്റെ നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ 28.7% വർധനവും റവന്യൂവിൽ 14.6% വർധനവും ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഷോപ്പേഴ്സ് സ്റ്റോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ റവന്യൂവിൽ 94% ഡിക്ലൈനും 115 കോടി നെറ്റ് ലോസും ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല ഷോർട്ട് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇമ്പാക്റ്റുകളെല്ലാം തന്നെ നെഗറ്റീവ് റേഞ്ചിലായിരിക്കും ഉണ്ടാവുക എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ക്യുമിൻസ് ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ റവന്യൂവിൽ 63% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 63% ഡിക്ലൈനും ഇവർക്കുണ്ടായിരിക്കുന്നു. ഡൊമസ്റ്റിക് സെയിൽസിൽ 64% ഡിക്ലൈനും എക്സ്പോർട്ടിൽ 61% ഡിക്ലൈനും ഇവർക്ക് ഈ ഒരു ക്വാർട്ടറിൽ ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല ഒരു ഗ്രാജുവലായിട്ടുള്ള റിക്കവറി ആയിരിക്കും ഈ വരും മാസങ്ങളിൽ ഉണ്ടാവുക. അതുമാത്രമല്ല ഈ ഒരു വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ അവർ ഈ ഒരു റവന്യൂവിലുള്ള ഫുൾ ഗൈഡൻസ് ഒന്നും ഇവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല, ഈ ഒരു കൊറോണയുടെ ഇമ്പാക്റ്റുകളും അൺസർട്ടനിറ്റിയൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഇനി DB കോർപ്പിൻ്റെ റിസൾട്ട്സിലേക്ക് നോക്കുകയാണെങ്കിൽ 48 കോടിയുടെ നെറ്റ് ലോസാണ് ഈ ഒരു ക്വാർട്ടറിൽ അവർ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം അവർക്ക് 93.72 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഈ കാലയളവിൽ ഉണ്ടായിരുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് നോക്കുകയാണെങ്കിൽ 210 കോടിയുടെ ഡിക്ലൈനാണ് ഉണ്ടായിരിക്കുന്നത് അവർക്കും. ഇനി അടുത്തായിട്ട് Affle ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബോബിൾ AI അതിൽ ഏകദേശം 8% സ്റ്റേക്ക് അക്വയർ ചെയ്യുന്നു 19.8 കോടി ട്രാൻസാക്ഷൻ വഴിയായിട്ട്. അപ്പോൾ ഇതിവർക്ക് ഒരു പോസിറ്റീവ് ന്യൂസാണ്. ഇനി അടുത്തായിട്ട് ഇന്റർഗ്ലോബൽ ഏവിയേഷൻസ് ഇൻഡിഗോനെ സംബന്ധിച്ചിടത്തോളം ജ്വാലാമുഖി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഹോൾഡിംഗ്സ് അവർ ഏകദേശം 54.35 ലക്ഷം ഷെയർസ് ഇൻഡിഗോയിൽ അക്വയർ ചെയ്തു എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഷെയർസ് എല്ലാം കോട്ടക് മഹീന്ദ്രയിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ലാർജ് ഡീൽ വഴിയായിട്ടാണ് ഈ അക്വിസിഷൻ നടന്നിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ്. പേടിഎമ്മോ അവരൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ്, ഒരു റെക്കമെൻഡേഷനൊന്നുമല്ല. അപ്പോൾ നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് ഇതും ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ നിങ്ങളും ഈ ഒരു സമയത്ത് മാർക്കറ്റിലൊന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. നമുക്കൊരു ഡയറക്ഷൻ കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് വരെയെങ്കിലും. അപ്പം നിങ്ങളും നിങ്ങളുടെ അനാലിസിസ് ഒക്കെ നടത്തി കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.